നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഭീകരവാദത്തെ ചെറുക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് UAE. പാക് ഭീകരതയും ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലവും വിശദീകരിക്കാനെത്തിയ നയതന്ത്ര സംഘത്തെ UAE പിന്തുണ അറിയിച്ചു. ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ UAE സന്ദർശനം നാളെ പൂർത്തിയാകും. ഭീകരവാദം അവസാനിപ്പിക്കുന്നതിലും പാക് അധീന കശ്മീർ തിരിച്ചേൽപ്പിക്കുന്നതിലും പാകിസ്ഥാനുമായി ചർച്ചയാകാമെന്ന് ഇന്ത്യ. ഡൽഹിയിൽ ഭീകരാക്രമണ പദ്ധതി. ഭീകരവാദത്തിന്റെ കയറ്റുമതി തുടർന്നാൽ ഓരോ ചില്ലിക്കാശിനും പാകിസ്ഥാൻ യാചിക്കേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്ളാറ്റുകളിലും വില്ലകളിലും അനുവദനീയമായതിലും കൂടുതൽ ആളുകൾ താമസിക്കരുതെന്ന് അബുദാബി നഗരസഭ. ലംഘിച്ചാൽ കനത്ത പിഴ ഉൾപ്പെടെ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്ന സംഭവത്തിൽ കടുത്ത നടപടിയുമായി കേന്ദ്രം. KNR കൺസ്ട്രക്ഷൻസിനെ ഡീബാർ ചെയ്തു. കൺസൾട്ടന്റായ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്ക്. കണ്ണൂർ കുപ്പത്ത് DPRൽ അപാകതകളുണ്ടെന്ന് ദേശീയപാത അതോറിറ്റി. കാസർഗോഡ് ദേശീയപാതയിൽ 56 ഇടങ്ങളിൽ വെള്ളക്കെട്ടിനും അപകടത്തിനും സാധ്യതയെന്ന് കണ്ടെത്തൽ. ആലുവയിൽ 3.5 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞു കൊന്ന കേസിൽ നിർണായക വഴിത്തിരിവ്. കുട്ടി ലൈംഗിക പീഡനത്തിനിരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അച്ഛന്റെ സഹോദരൻ അറസ്റ്റിൽ. കൊല്ലപ്പെട്ടതിന് തലേദിവസം കുഞ്ഞു നേരിട്ടത് അതിക്രൂര പീഡനം. പാകിസ്ഥാൻ പിന്തുണയോടെ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടുക, അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങളെ ചെറുക്കാൻ ഇന്ത്യ എടുത്തിട്ടുള്ള നടപടികൾ സുഹൃത്ത് രാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന വിദേശ പര്യടനത്തിന്റെ ഭാഗമായുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ UAE സന്ദർശനം നാളെ പൂർത്തിയാകും. UAE ഭരണ നേതൃത്വവുമായും സുപ്രധാന വ്യക്തികളുമായും സംഘം കൂടിക്കാഴ്ച നടത്തി. പാകിസ്ഥാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകളെ തുറന്നുകാട്ടുക, ഇന്ത്യയുടെ സിന്ദൂർ ദൗത്യം വിശദീകരിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ നടത്തുന്ന നയതന്ത്ര ഓപ്പറേഷന്റെ ഭാഗമായാണ് പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടുന്ന പ്രതിനിധി സംഘം UAEയിൽ എത്തിയത്. UAE സഹിഷ്ണുതാ വകുപ്പ് മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനുമായി ഇന്ന് രാവിലെ സംഘം കൂടിക്കാഴ്ച നടത്തി. എല്ലാ രീതിയിലുമുള്ള ഭീകരവാദത്തെ എതിർക്കുന്നതിനുള്ള UAEയുടെ പ്രതിബദ്ധത വ്യക്തമാക്കിയെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യൻ എംബസി ട്വിറ്ററിൽ കുറിച്ചു. UAE ഫെഡറൽ നാഷണൽ കൗൺസിലിലെ പ്രതിരോധ ആഭ്യന്തര വിദേശകാര്യ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അലി റാഷിദ് അൽ നുയമിയുമായും ഇന്ത്യൻ സംഘം കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദത്തെ ചെറുക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്കൊപ്പം UAE ഉറച്ചു നിൽക്കുമെന്നും ഇന്ത്യ ഗവൺമെന്റിനും ഇന്ത്യയിലെ ജനങ്ങൾക്കൊപ്പവും UAE നിലകൊള്ളുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡോക്ടർ അലി റാഷിദ് അൽ നുയമി വ്യക്തമാക്കി. UAE നാഷണൽ മീഡിയ ഓഫീസ് ഡയറക്ടർ ജനറൽ ഡോക്ടർ ജമാൽ അൽ കാബി, ബിസിനസ് പ്രൊഫഷണൽ മേഖലയിലെ ഇന്ത്യൻ പ്രവാസി പ്രതിനിധികൾ എന്നിവരുമായും സംഘം ചർച്ചകൾ നടത്തി. അൻവർ ഗർഗാഷ് ഡിപ്ലോമാറ്റിക് അക്കാദമി ഡയറക്ടർ നിക്കോളായ് മാൾഡനോവുമായി നാളെ രാവിലെ ഇന്ത്യൻ പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തും. നാളെ വൈകിട്ട് ദുബായിലെ താജ് ഹോട്ടലിൽ മാധ്യമ പ്രതിനിധികളെയും സംഘം കാണുന്നുണ്ട്. ശ്രീകാന്ത് ഷിൻഡെ MPക്ക് പുറമെ ET മുഹമ്മദ് ബഷീർ MP, ന്യൂഡൽഹി ലോക്സഭാംഗം ബാൻസുരി സ്വരാജ്, ഗാസിയാബാദിൽ നിന്നുള്ള ലോക്സഭാംഗം അതുൽ ഗാർഗ്, ഒഡീഷയിൽ നിന്നുള്ള രാജ്യസഭാംഗം ഡോക്ടർ സസ്മിത് പത്ര, ബീഹാറിൽ നിന്നുള്ള രാജ്യസഭാംഗം മനൻ കുമാർ മിശ്ര, മുതിർന്ന നേതാവ് SS ആലുവാലിയ, അംബാസഡർ സുജൻ ഷിനോയ് എന്നിവരാണ് സംഘത്തിലുള്ളത്. UAEക്ക് പുറമെ ലൈബീരിയ, കോങ്കോ, സിയേറ ലിയോൺ എന്നീ രാജ്യങ്ങളും സംഘം സന്ദർശിക്കും. ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ UAEയിലെ സന്ദർശനം നാളെ പൂർത്തിയാകും. ദുബായിൽ നിന്നും ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നിലപാട് വിശദീകരിക്കാൻ ഇന്ത്യൻ സംഘം കുവൈറ്റിലുമെത്തും. 24, 25 തീയതികളിൽ കുവൈറ്റിലെത്തുന്ന സംഘമാണ് സൗദി അറേബ്യ, ബഹ്റിൻ, അൾജീരിയ എന്നീ രാജ്യങ്ങളും സന്ദർശിക്കുന്നത്. സംഘത്തെ BJP MP ബൈജയന്ത് പാണ്ഡെ നയിക്കും. നിഷികാന്ത് ദുബെ, ഫാങ് നോൺ ഖെന്യാക് MP, രേഖ ശർമ്മ MP, അസദുദ്ദീൻ OIC, സത്നാം സിംഗ് സദ്ദു, ഗുലാം നബി ആസാദ്, ഹർഷ ശുക്ല എന്നിവരാണ് സംഘാംഗങ്ങൾ. ഡൽഹിയിൽ ഭീകരാക്രമണം നടത്താനുള്ള പദ്ധതി രഹസ്യാന്വേഷണ വിഭാഗം തകർത്തു. 2 ISI ഭീകരർ പിടിയിലായി. ഇന്ത്യ പുറത്താക്കിയ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ട് എന്നാണ് വിവരം. 3 മാസമായി തുടങ്ങിയ രഹസ്യ ഓപ്പറേഷന് പിന്നാലെയാണ് ആക്രമണം നടത്താനുള്ള പദ്ധതി പ്രത്യേക അന്വേഷണ ഏജൻസി പരാജയപ്പെടുത്തിയത്. ഡൽഹിയിലെ സൈനിക കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടവർ ശേഖരിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യ പുറത്താക്കിയ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ
ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്നാണ് വിവരം. ഡൽഹിയിലെ പാകിസ്ഥാനി ഹൈക്കമ്മീഷനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥനായിരുന്ന മുസഫലിനെ ഇന്നലെയാണ് ഇന്ത്യ പുറത്താക്കിയത്. നയതന്ത്ര മര്യാദ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. ഭീകരാക്രമണം നടത്തുവാനുള്ള ചുമതല അൻസറുൽ മിയ അൻസാരി എന്ന പാക് ചാരനായിരുന്നുവെന്നും ഇയാൾ ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ISIക്ക് കൈമാറാൻ പ്രത്യേക പരിശീലനം ലഭിച്ച വ്യക്തിയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. നേപ്പാൾ വഴിയാണ് അൻസറുൽ ഡൽഹിയിലെത്തിയത്. അൻസറുലിനെ കൊടുക്കാൻ വലവിരിച്ച ഉദ്യോഗസ്ഥർ ഇയാൾ നേപ്പാൾ വഴി തിരികെ പാകിസ്ഥാനിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നതിനിടയിൽ ഫെബ്രുവരി 15-നാണ് പിടികൂടിയത്. ഡാനിഷ് എന്നറിയപ്പെടുന്ന ഇസഖാൻ ഉർ റഹീം, മുസമിൽ എന്നീ ISI ഉദ്യോഗസ്ഥരാണ് ഇന്ത്യയിലെ യൂട്യൂബർമാരെയും ഇൻഫ്ലുവൻസർമാരെയും റിക്രൂട്ട് ചെയ്തിരുന്നതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ISI ചാരനെ അയക്കുന്നതായി ജനുവരിയിലാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് സൂചന ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജാഗ്രതയോടെ നടത്തിയ അന്വേഷണത്തിലാണ് പാക് ചാരന്മാരുടെ പദ്ധതി ഇന്ത്യൻ ഏജൻസി തകർത്തത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. പെഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പകരം വീട്ടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിന്ദൂരം മായ്ച്ചവരെ മണ്ണിൽ ലയിപ്പിച്ചു. പാകിസ്ഥാന്റെ പൊട്ടാസ് കൊണ്ടൊന്നും ഇന്ത്യയെ പേടിപ്പിക്കാൻ കഴിയില്ല. ബിക്കാനീറിൽ നടന്ന റാലിയിലായിരുന്നു മോദിയുടെ പരാമർശം. പാകിസ്ഥാനെതിരായ സൈനിക നടപടി പ്രതികാരമല്ല, ന്യായമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏപ്രിൽ 22 ആക്രമണത്തിന് മറുപടിയായി ഭീകരരുടെ ഏറ്റവും വലിയ 9 ഒളിത്താവളങ്ങൾ 22 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ നശിപ്പിച്ചെന്നും സിന്ദൂരം വെടിമരുന്നായി മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ലോകത്തിന്റെയും രാജ്യത്തിന്റെയും ശത്രുക്കൾ കണ്ടു. രക്തമല്ല എന്റെ ഞരമ്പുകളിൽ തിളയ്ക്കുന്നത്, സിന്ദൂരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 22 अप्रैल को आतंकवादियों ने धर्म पूछकर हमारी बहनों की मांग का सिंदूर उजाड़ दिया था। वो गोलियां पहलगाम में चली थी, लेकिन उन गोलियों से 140 करोड़ देशवासियों का सीना छलनी हुआ था। देश की सेना के शौर्य से हम सब उस प्रण पर खरे उतरे हैं. ഇന്ത്യൻ സൈന്യത്തിൽ അഭിമാനമുണ്ടെന്നും രാജ്യം ഒരുമിച്ചെടുത്ത തീരുമാനമെന്നും രാജസ്ഥാനിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മോദി പറഞ്ഞു. ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതികരണം ശത്രുക്കൾക്ക് ശക്തമായ സന്ദേശം നൽകിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖത്തെ ലോകത്തിനു മുൻപിൽ തുറന്നു കാണിക്കും. അതിനായി ഇന്ത്യയുടെ പ്രതിനിധികൾ ലോകം മുഴുവൻ സഞ്ചരിക്കുകയാണെന്നും ബിക്കാനീറിൽ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞതാണ് സംഭവത്തിൽ കരാറുകാരായ KNR കൺസ്ട്രക്ഷൻസിനെ കേന്ദ്രം ഡീബാർ ചെയ്തു. പദ്ധതിയുടെ കൺസൾട്ടന്റായി പ്രവർത്തിച്ച ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് എന്ന കമ്പനിക്കും വിലക്കുണ്ട്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റേതാണ് നടപടി. മലപ്പുറം കൂരിയാട് ആറുവരി ദേശീയപാത തകർന്നതിനെ തുടർന്ന് ദേശീയപാത അതോറിറ്റി നിശ്ചയിച്ച 2-അംഗ സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ കർശന നടപടി. നിർമ്മാണ കമ്പനിയായ KNR കൺസ്ട്രക്ഷൻ കമ്പനിയെ ഡീബാർ ചെയ്തു. അതിനോടൊപ്പം കൺസൾട്ടന്റായ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. തുടർ കരാറുകളിൽ ഈ 2 കമ്പനികൾക്കും പങ്കെടുക്കാനാവില്ല. വിശദമായ പഠനത്തിനു ശേഷം വിദഗ്ധ സംഘം അന്തിമ റിപ്പോർട്ട് നൽകും. കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിലെ വിഷയങ്ങളും സമിതി പരിശോധിക്കും. IITയിലെ മുൻ പ്രൊഫസർ GV റാവുവിനാണ് പരിശോധനയുടെ മേൽനോട്ടം. മലപ്പുറം, തൃശൂർ, കാസർഗോഡ്, കണ്ണൂർ എന്നിവിടങ്ങളിൽ ദേശീയപാതയിലുണ്ടായ വിള്ളലും മണ്ണിടിച്ചിലും സമിതി പരിശോധിക്കും. കൂരിയാട് ദേശീയപാത തകർന്ന സംഭവത്തിൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയിരുന്നുവെന്നും എന്നാൽ ഇതിന്റെ പേരിൽ തുടർ നിർമ്മാണം അനന്തമായി നീണ്ടുപോകാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും ET മുഹമ്മദ് ബഷീർ MP ആവശ്യപ്പെട്ടു. അതേസമയം ഇന്നും കൂരിയാട് പ്രതിഷേധമുണ്ടായി. മുസ്ലിം യൂത്ത് ലീഗാണ് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. അമൃത ന്യൂസ്, മലപ്പുറം. കാസർഗോഡ് ജില്ലയിൽ ദേശീയപാതയിലെ ദുരന്ത നിവാരണ പഠനത്തിനായി ജില്ലാ കളക്ടർ നിയോഗിച്ച സമിതി 56 സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടിനും അപകടത്തിനും സാധ്യതയുള്ളതായി കണ്ടെത്തി. ഒറ്റ മഴയിൽ തന്നെ കാഞ്ഞങ്ങാട്ടെ വിവിധ സ്ഥലങ്ങളിൽ സർവീസ് റോഡ് തകർന്നതും ദേശീയപാതയിൽ വിള്ളലുണ്ടായതും പ്രദേശവാസികളിൽ ആശങ്ക ഉയർത്തുകയാണ്. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന കാഞ്ഞങ്ങാട് മാവുങ്കാലിലും കൂളിയങ്കാലിലും സർവീസ് റോഡ് ഇടിഞ്ഞു വീണതിന്റെ ആശങ്കയിലാണ് നാട്ടുകാർ. പ്രദേശത്തെ വൈദ്യുതി തൂണുകൾ മാറ്റിസ്ഥാപിക്കാത്തതിനാൽ ഇവിടെ സർവീസ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് കരാർ കമ്പനി പറയുന്നത്. എന്നാൽ അശാസ്ത്രീയ നിർമ്മാണം റോഡ് തകർച്ചയ്ക്ക് കാരണമായെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഒട്ടേറെ വീടുകളുള്ള പ്രദേശമാണ് സർവീസ് റോഡ് തകർന്ന കൂളിയങ്കാൽ. നല്ല രൂപത്തിൽ ഗതാഗത സൗകര്യമുണ്ടായ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിൽ ഇപ്പോൾ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. റോഡിൽ നിന്ന് വീട്ടിലേക്ക് ഇറക്കാൻ വേണ്ടി പറ്റുന്നില്ല, വീട്ടിൽ നിന്ന് അതുപോലെ റോഡിലേക്ക് കയറാൻ വേണ്ടി പറ്റുന്നില്ല. ക്വാർട്ടേഴ്സൊക്കെ തന്നെ ആളുകൾ വരാതെ കണ്ട് ഒഴിഞ്ഞു കിടക്കുന്നു. അതിന് ടാക്സ് കൊടുക്കുകയും വേണം. അപ്പോൾ ഈ രൂപത്തിലുള്ള അശാസ്ത്രീയമായ
റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരാണോ ഇതിൻ്റെ ഉത്തരവാദി, കോൺട്രാക്ടർ ആണെങ്കിൽ കോൺട്രാക്ടറെ കരിങ്ങിൽ പട്ടികയിൽ ഉൾപ്പെടുത്തി ഇതിന് പരിഹാരം കണ്ടേ മതിയാകും. അതേസമയം ജില്ലാ കലക്ടർ നിയോഗിച്ച വിദഗ്ധ സമിതി 41 കേന്ദ്രങ്ങളിലായി 56 സ്ഥലങ്ങളിൽ അപകട സാധ്യത ഉള്ളതായി കണ്ടെത്തി. കാലവർഷം തുടങ്ങും മുൻപ് മണ്ണിടിച്ചിലും വെള്ളക്കെട്ടും തടയാൻ നടപടികൾ സ്വീകരിക്കുന്നതിന് ജില്ലാ കലക്ടർ കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകി. ഓവുചാൽ സംവിധാനങ്ങളിലെ അപാകത, പ്രധാന പാതകളിലും സർവീസ് റോഡുകളിലും ഉണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ, ദേശീയപാതയിൽ മട്ലായി, വീരമല എന്നിവിടങ്ങളിലെ കുന്നിടിച്ചൽ ഭീഷണി തുടങ്ങിയ പ്രശ്നങ്ങൾ ജില്ലാ കലക്ടറുടെ സാന്നിധ്യത്തിൽ തഹസിൽദാർമാരും റവന്യൂ ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിൽ ചർച്ചയാവുകയും ചെയ്തു. അമൃത ന്യൂസ്, കാസർഗോഡ്. അനുവദനീയമായതിലും കൂടുതൽ ആളുകൾ ഫ്ളാറ്റുകളിലും വില്ലകളിലും താമസിച്ചാൽ കനത്ത പിഴ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് അബുദാബി നഗരസഭ. നിങ്ങളുടെ വീട് നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന പേരിൽ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായാണ് മുന്നറിയിപ്പ് നൽകിയത്. വീടുകളിലും ഫ്ളാറ്റുകളിലും അനധികൃതമായി ആളുകളെ താമസിപ്പിക്കുന്നതും അനുവദിച്ചിട്ടുള്ള എണ്ണത്തിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്നതും നിയമവിരുദ്ധമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അബുദാബി നഗരസഭ. നിയമം ലംഘിച്ച് കൂടുതൽ ആളുകളെ താമസിപ്പിച്ചാൽ 10 ലക്ഷം ദിർഹം വരെ പിഴയൊടുക്കേണ്ടി വരും. നിങ്ങളുടെ വീട് നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന പേരിൽ ഇക്കാര്യങ്ങൾ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായി ക്യാമ്പയിൻ നടത്തി വരികയാണ് അബുദാബി നഗരസഭ. വാടകയ്ക്കെടുത്ത ഫ്ളാറ്റ്, വില്ല എന്നിവ മറുവാടകയ്ക്ക് നൽകുന്നതും കുറ്റകരമാണ്. എമിറേറ്റിലെ ഭവന വകുപ്പിൽ രജിസ്റ്റർ ചെയ്ത കെട്ടിടങ്ങളാണ് താമസത്തിനായി വാടകയ്ക്കെടുക്കേണ്ടത്. സർക്കാർ സേവന പോർട്ടലായ താമിൽ വാടക കരാർ രജിസ്റ്റർ ചെയ്യുകയും വേണം. കുടുംബങ്ങൾക്ക് മാത്രമായുള്ള താമസയിടങ്ങൾ ബാച്ചിലേഴ്സിന് നൽകിയാൽ 1.5 ലക്ഷം മുതൽ 1 ലക്ഷം ദിർഹം വരെയാണ് പിഴ. വാടക കരാർ കാലാവധി അവസാനിച്ചിട്ടും താമസം തുടർന്നാൽ 25,000 മുതൽ 50,000 ദിർഹം വരെ പിഴയൊടുക്കേണ്ടി വരും. വാഹനങ്ങൾ സ്വന്തമായുണ്ടെങ്കിൽ താമസിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള പാർക്കിങ്ങിന് പെർമിറ്റ് എടുക്കുകയും വേണം. നിയമലംഘനം കണ്ടെത്തിയാൽ ആദ്യഘട്ടത്തിൽ മുന്നറിയിപ്പ് നൽകും. ആവർത്തിച്ചാൽ 5,000 മുതൽ 10 ലക്ഷം ദിർഹം വരെ കുറ്റകൃത്യത്തിന്റെ ഗൗരവം അനുസരിച്ച് പിഴയടക്കേണ്ടി വരും. ജീവിത നിലവാരം ഉയർത്തുക, കെട്ടിടങ്ങളിലെ തിരക്ക് കുറയ്ക്കുക, അപകട സാധ്യത ഇല്ലാതാക്കുക, സാമൂഹിക ഐക്യം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ നടപടികൾ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അമൃത ന്യൂസ്, അബുദാബി. ഇന്ത്യൻ റെയിൽവേയുടെ കുതിച്ചുചാട്ടം അടയാളപ്പെടുത്തി 103 റെയിൽവേ സ്റ്റേഷനുകൾ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജസ്ഥാനിലെ ബിക്കാനീറിലെ പലാനിയിലാണ് ചടങ്ങുകൾ നടന്നത്. ഇന്ത്യയുടെ റെയിൽവേ അടിസ്ഥാനമായ സൗകര്യങ്ങൾക്ക് നാഴികക്കല്ലായ ദിവസമാണ് ഇന്ന്. അമൃത് സ്റ്റേഷൻ പദ്ധതിയിൽ 1100 കോടിയിലധികം രൂപ ചെലവിൽ വികസിപ്പിച്ചെടുത്ത റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ, കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടന്നത്. സംസ്ഥാനത്ത് 26,000 കോടിയുടെ വികസന പദ്ധതികളും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ഘട്ടം ഘട്ടമായി സ്റ്റേഷനുകൾ നവീകരിക്കുന്ന പദ്ധതിയാണ് അമൃത് ഭാരത്. സ്റ്റേഷനിലെ കെട്ടിടങ്ങളും പ്രവേശന കവാടങ്ങളും നവീകരിക്കുക, കാത്തിരിപ്പ് ഹാളുകൾ, ടോയ്ലറ്റുകൾ, പ്ലാറ്റ്ഫോമുകൾ, മേൽക്കൂര എന്നിവ മെച്ചപ്പെടുത്തുക, ലിഫ്റ്റുകൾ, സൗജന്യ വൈഫൈ തുടങ്ങിയ സൗകര്യങ്ങൾ ആവശ്യമായിടത്ത് സജ്ജീകരിക്കുക തുടങ്ങിയ നവീകരണ പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടത്തിയിട്ടുള്ളത്. അമൃത് സ്റ്റേഷൻ പദ്ധതിയിൽ ആന്ധ്രാപ്രദേശ്, അസം, ബീഹാർ, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, കർണാടക, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, തമിഴ്നാട്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളും ഉൾപ്പെടുന്നു. കേരളത്തിലെ വടകര, ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനുകളും ഇതിൽ ഉൾപ്പെടും. അതേസമയം രാജസ്ഥാനും മഹാരാഷ്ട്രയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബിക്കാനേർ മുംബൈ എക്സ്പ്രസ് യാത്രക്കാർക്ക് വളരെ സൗകര്യപ്രദവുമായിരിക്കും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ആലുവയിൽ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ 3 വയസ്സുകാരി നേരിട്ടത് അതിക്രൂര ലൈംഗിക പീഡനം. കൊല്ലപ്പെടുന്നതിന്റെ തലേ ദിവസം പോലും കുട്ടി പീഡിപ്പിക്കപ്പെട്ടുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കേസിൽ കുട്ടിയുടെ അച്ഛന്റെ അടുത്ത ബന്ധുവിനെ അറസ്റ്റ് ചെയ്തു. ഇയാൾ 1 വർഷത്തോളം കുട്ടിയെ പീഡിപ്പിച്ചിരുന്നതായാണ് കണ്ടെത്തൽ. വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അച്ഛൻ്റെ അടുത്ത ബന്ധുവാണ് കുഞ്ഞിനെ അതിക്രൂര ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത്. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതി കുഞ്ഞിനെ നിരന്തരം പീഡിപ്പിച്ചിരുന്നെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കുട്ടിയുടെ ദേഹത്തും സ്വകാര്യ ഭാഗങ്ങളിലും മുറിവുകളുണ്ടായിരുന്നു. പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിനും കുട്ടി ഇരയായിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് കേസിൽ വഴിത്തിരിവായത്. കുട്ടിക്ക് അച്ഛൻ്റെ ബന്ധുക്കളോടായിരുന്നു അടുപ്പമെന്ന് അറസ്റ്റിലായ അമ്മ മൊഴി നൽകിയിരുന്നു. 3 പേരെയാണ് പോലീസ് ആദ്യം സംശയിച്ചിരുന്നത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് യഥാർത്ഥ പ്രതിയിലേക്ക് എത്തിയത്. അതേസമയം കുട്ടിയുടെ അമ്മയെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. കുട്ടി ലൈംഗികാതിക്രമത്തിന് ഇരയായ കാര്യം അമ്മയ്ക്കറിയാമായിരുന്നോ? കൊലപാതകത്തിൽ പ്രതിയുടെ സഹായം ലഭ്യമായിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങൾ അമ്മയിൽ നിന്നും ചോദിച്ചറിയും. എന്തിനാണ് കുഞ്ഞിനെ കൊന്നതെന്ന കാര്യം അമ്മ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. പീഡനം, ലൈംഗികാതിക്രമം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രതിയുടെ പശ്ചാത്തലത്തെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി.
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. ഇ ഡി അധികാരപരിധി കടക്കുന്നുവെന്ന് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി അധ്യക്ഷനായ ബെഞ്ച്. തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷനെതിരെ ഇ ഡി നടത്തുന്ന അന്വേഷണത്തിനും റെയ്ഡിനും സ്റ്റേ പുറപ്പെടുവിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ വിമർശനം. തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ആസ്ഥാനത്ത് ഇ ഡി നടത്തിയ റെയ്ഡുകൾക്കെതിരെ മദ്രാസ് ഹൈക്കോടതിയുടെ ഹർജി തള്ളിയതിനെ ചോദ്യം ചെയ്ത് തമിഴ്നാട് സർക്കാരും തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷനും സമർപ്പിച്ച ഹർജികളിൽ വാദം കേൾക്കുന്നതിനിടെയാണ് സുപ്രീം കോടതിയുടെ വിമർശനം. ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മാസി എന്നിവരടങ്ങിയ രണ്ടംഗ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഇ ഡി എല്ലാ പരിധികളും ലംഘിക്കുകയാണ്. നിങ്ങൾക്ക് ആളുകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാം, പക്ഷേ കോർപ്പറേഷനുകൾക്കെതിരെ എങ്ങനെയാണ് കുറ്റം ചുമത്തുക എന്ന് ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ ഇ ഡി വെല്ലുവിളിക്കുന്നുവെന്ന് പറഞ്ഞ കോടതി തുടർ നടപടികൾ ഇനിയൊരു ഉത്തരവുണ്ടാകും വരെ സ്റ്റേ ചെയ്യാൻ നിർദ്ദേശിച്ചു. 2014 2021 ഇടയിൽ അഴിമതി ആരോപിച്ച് മദ്യവിൽപ്പനശാലകളുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്കെതിരെ തമിഴ്നാട് തന്നെ 41 എഫ്ഐആറുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് സംസ്ഥാനത്തിനായി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ സുപ്രീംകോടതിയെ അറിയിച്ചു. ഇതെല്ലാം ആളുകൾക്കെതിരെയായിരുന്നുവെന്നും എന്നാൽ 2025 ഇ ഡി തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ആസ്ഥാനത്ത് റെയ്ഡ് നടത്തുകയായിരുന്നുവെന്നും കപിൽ സിബൽ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾക്കുമിടയിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നതിനിടെയാണ് സുപ്രീംകോടതിയുടെ പരാമർശമെന്നത് ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് അമൃത TV. വഖഫ് ഭേദഗതി നിയമം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി വിധി പറയാൻ മാറ്റി. നിയമം സ്റ്റേ ചെയ്യണോ എന്നതിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഇടക്കാല വിധി പിന്നീട് പറയും. 3 ദിവസം തുടർച്ചയായി വാദം കേട്ട ശേഷമാണ് വിധി പറയാൻ മാറ്റിയത്. ജസ്റ്റിസ് ബി ആർ ഗവായ്, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മാസി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികളിൽ വാദം കേട്ടത്. ഹർജിക്കാരുടെയും കേന്ദ്രത്തിന്റെയും വാദം പൂർത്തിയായി. വഖഫ് ഭേദഗതി നിയമം പാസാക്കിയത് ഭരണഘടനാ വിരുദ്ധമല്ല എന്ന നിലപാടിൽ കേന്ദ്രം ഉറച്ചുനിന്നു. വഖഫ് മൗലികാവകാശമല്ലെന്നും ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കരുതെന്നും കേന്ദ്രം കഴിഞ്ഞ ദിവസം സുപ്രീംകോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. വഖഫ് ബോർഡുകൾ മതേതര പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നും അതിനാൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താമെന്നും കേന്ദ്രം സുപ്രീംകോടതിയിൽ വാദിച്ചു. കേന്ദ്രവാദങ്ങളെ എതിർത്ത ഹർജിക്കാർക്കായി ശവസംസ്കാരത്തിനായി 200 വർഷം മുമ്പ് സർക്കാർ വിട്ടുനൽകിയ ഭൂമി എങ്ങനെ തിരിച്ചെടുക്കാനാകുമെന്ന ചോദ്യമാണ് കപിൽ സിബൽ ചോദിച്ചത്. ഭേദഗതിയിലൂടെ വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമെന്ന് നേരത്തെ ഹർജിക്കാർ വാദിച്ചിരുന്നു. ഒരു നടപടിക്രമവുമില്ലാതെ വഖഫ് സ്വത്തുക്കൾ ഏറ്റെടുക്കാൻ അധികാരം നൽകുന്നതാണ് നിയമ ഭേദഗതിയെന്നും ഹർജിക്കാർ വ്യക്തമാക്കിയിരുന്നു. വഖഫ് ഭേദഗതി നിയമത്തെ എതിർത്ത് കേരളം സുപ്രീംകോടതിയിൽ അപേക്ഷ ഫയൽ ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. കുവൈറ്റിൽ 154 വ്യക്തികളുടെ കൂടി കുവൈറ്റി പൗരത്വം റദ്ദാക്കി. ഔദ്യോഗിക ഗസറ്റിൽ അനധികൃതമായി പൗരത്വം നേടിയവരുടെ പൗരത്വം റദ്ദാക്കിയതായി അധികൃതർ അറിയിച്ചു. കുവൈറ്റിന് മികച്ച സേവനങ്ങൾ നൽകിയതിന് എന്ന വ്യവസ്ഥയിൽ കുവൈറ്റ് പൗരത്വം നേടിയ ഡോക്ടർമാർ, പണ്ഡിതന്മാർ, മുൻ ഫുട്ബോൾ കളിക്കാർ, മാധ്യമപ്രവർത്തകർ എന്നിവരും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു. ഇതിൽ പ്രധാനമായും 3 വ്യക്തികളുടെയും അവരുടെ പൗരത്വം നേടിയവരുടെയും പൗരത്വ സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കിയ മന്ത്രിസഭാ പ്രമേയമാണ് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചത്. ഇത് വ്യാജരേഖാ കേസുമായി ബന്ധപ്പെട്ടതാണ്. കുവൈറ്റിൽ മീൻ, മാംസം, കോഴി എന്നിവയുടെ വ്യാപാരികളായി ചമഞ്ഞ് ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ആഭ്യന്തര മന്ത്രാലയം. സ്ഥിരീകരിക്കാത്ത വെബ്സൈറ്റുകളുമായോ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളുമായോ ഇടപഴകുന്നത് ഒഴിവാക്കാൻ മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. വ്യക്തിഗത ബാങ്കിംഗ് വിവരങ്ങൾ മോഷ്ടിക്കാനും ഇരകളുടെ അക്കൗണ്ടുകൾ കാലിയാക്കാനും ലക്ഷ്യമിട്ടുള്ള തട്ടിപ്പുകളാണിവയെന്ന് മന്ത്രാലയം അറിയിച്ചു. ഈ തട്ടിപ്പ് വെബ്സൈറ്റുകളും ആപ്പുകളും ഭക്ഷണം, ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് അവിശ്വസനീയമായ വിധം കുറഞ്ഞ വില വാഗ്ദാനം ചെയ്ത് ഉപയോക്താക്കളെ ആകർഷിക്കുന്നതായും തങ്ങളുടെ മുഴുവൻ ബാങ്കിംഗ് വിവരങ്ങളും നൽകാൻ ഇരകളെ കബളിപ്പിക്കുകയാണെന്നും ഈ വഞ്ചനാപരമായ പ്രമോഷനുകൾക്ക് ഇരയായി നിരവധി പൗരന്മാരും പ്രവാസികളും കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നും അധികൃതർ അറിയിച്ചു. സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിൽ 3 നവജാത ശിശുക്കളെ ആശുപത്രിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി സ്വന്തം മക്കളെപ്പോലെ വളർത്തിയ സ്വദേശി വനിതാ മരണം അർമിത് അബിനും കൂട്ടാളിയായ യമനി പൗരനും വധശിക്ഷ നടപ്പാക്കിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. നവജാത ശിശുക്കളെ തട്ടിക്കൊണ്ടുപോയി മറ്റുള്ളവരുടെ പേരിൽ പിതൃത്വം രേഖപ്പെടുത്തുകയും ആഭിചാരം നടത്തുകയും ചെയ്ത കുറ്റത്തിനാണ് കഴിഞ്ഞ ദിവസം ശിക്ഷ നടപ്പാക്കിയത്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ ശേഷം സ്വന്തം മക്കളാണെന്നും 20 വർഷത്തോളം വളർത്തിയ കുട്ടികൾക്ക് സൗദി തിരിച്ചറിയൽ കാർഡുകൾ സംഘടിപ്പിക്കാൻ മുഖ്യപ്രതിയായ സൗദി വനിത ശ്രമിച്ചതോടെയാണ് തട്ടിക്കൊണ്ടുപോകൽ കേസുകൾ തെളിയിക്കപ്പെടുന്നതിലേക്ക് നയിച്ചത്. കുവൈറ്റിൽ ഇതുവരെയായി 12,894 പശുക്കളിൽ കുളമ്പ് രോഗം ബാധിച്ചതായും അതിൽ രോഗബാധയെ തുടർന്ന് 192 പശുക്കൾ ചത്തുപോയതായും സ്ഥിതിവിവര കണക്കുകൾ. കൃഷി കന്നുകാലി വകുപ്പാണ് ഇക്കാര്യം അറിയിച്ചത്. നിലവിൽ സുലൈബിയ ഫാമിലാണ് രോഗം പടരുന്നത്. അടുത്ത ആഴ്ചയ്ക്കകം പ്രതിരോധ വാക്സിൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ വരെയായി 2,831 പശുക്കൾ രോഗമുക്തി നേടിയതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതേ തുടർന്ന് ജലവൈദ്യുതി മന്ത്രി ഡോക്ടർ സുബൈ അൽ മുഖൈസീം, പബ്ലിക് അതോറിറ്റി ഫോർ അഗ്രികൾച്ചർ അഫയേഴ്സ് ആൻഡ്
ഫിഷ് റിസോഴ്സസ് ഡയറക്ടർ ജനറൽ സലേം അൽ ഹായുമായും കൂടിക്കാഴ്ച നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഈ വർഷത്തെ ഹജ്ജിന് സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ പ്രത്യേക ക്ഷണപ്രകാരം ലോകമെമ്പാടുമുള്ള പ്രമുഖ വ്യക്തികൾക്കൊപ്പം കേരളത്തിൽ നിന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും പണ്ഡിതന്മാരായ PN അബ്ദുൽ ലത്തീഫ് മദനി, ഉനൈസ് പാപ്പിനിശ്ശേരി എന്നിവരും പുറപ്പെടുന്നു. മെയ് 28-ന് ഡൽഹിയിലെ സൗദി എംബസിയിൽ അംബാസിഡറുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഔദ്യോഗിക യാത്രയയപ്പ് ചടങ്ങിന് ശേഷം അന്ന് തന്നെ ജിദ്ദയിലേക്ക് യാത്ര തിരിക്കും. ഹജ്ജ് കർമ്മങ്ങൾക്ക് പുറമെ മക്കയിൽ വെച്ച് പ്രമുഖ വ്യക്തികളുമായി കൂടിക്കാഴ്ച നടത്താനും വിശിഷ്ട സ്ഥലങ്ങൾ സന്ദർശിക്കാനും അവസരം ലഭിക്കും. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ വർഷത്തെ ഹജ്ജിന് 50ഓളം പ്രമുഖ വ്യക്തികൾക്കും പണ്ഡിതന്മാർക്കും സൗദി ഭരണാധികാരിയുടെ പ്രത്യേക ക്ഷണമുണ്ട്. മലയാളികളടക്കമുള്ള മുഴുവൻ ഹജ്ജ് തീർത്ഥാടകർക്കും ആശ്വാസമായി ICF RSC വോളണ്ടിയർ കോർ വികസിപ്പിച്ചെടുത്ത ലബൈക്ക് ഹജ്ജ് നാവിഗേറ്റർ ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി തങ്ങൾ പുറത്തിറക്കി. ICF RSC വോളണ്ടിയർ കോർ വികസിപ്പിച്ചെടുത്ത ലബൈക്ക് ഹജ്ജ് നാവിഗേറ്റർ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി തങ്ങൾ പ്രകാശനം ചെയ്തു. സാങ്കേതിക വിദ്യയിൽ പരിമിതമായ അറിവ് മാത്രമുള്ളവർക്കും പ്രായമായവർക്കും അനായാസമായി ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ലബൈക്ക് ഹജ്ജ് നാവിഗേറ്റർ ഒരുക്കിയിട്ടുള്ളതെന്ന് ബുഖാരി തങ്ങൾ പറഞ്ഞു. കേരള മുസ്ലിം ജമാഅത്തിന് കീഴിൽ ICF RSC ഹജ്ജ് വോളണ്ടിയർ കോർ എല്ലാ ഹജ്ജുമാർക്കും ഉപകരിക്കുന്ന ലബൈക്ക് ഹജ്ജ് നാവിഗേറ്റർ എന്ന മൊബൈൽ ആപ്പ് ഹജ്ജ് വോളണ്ടിയർ കോർ ഇറക്കുന്നു. ഹാജിമാർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും ഈ ഫീച്ചറിൽ ലഭ്യമാണ്. മിനായിലെ ടെന്റുകളടക്കം ഒരു ഹാജിക്ക് ആവശ്യം വേണ്ട വിവരങ്ങളും ലൊക്കേഷനുകളും മൊബൈൽ ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് iOS സ്റ്റോറുകളിലും ലബൈക്ക് ആപ്പ് ലഭ്യമാകും. സുൽഫിഖ്റദായി, അമൃത ന്യൂസ്, ജിദ്ദ. പ്രമുഖ ധനകാര്യ ധനവിനിമയ സ്ഥാപനമായ ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സിന്റെ നിക്ഷേപ വിഭാഗമായ ലുലു AI ബൈ നൗ പേ ലേറ്റർ എംബഡഡ് ഫിനാൻസ് സൊല്യൂഷനുകൾ എന്നിവയുടെ ലൈസൻസ് ഉള്ള പേ ലേറ്റർ ഖത്തറിൽ നിക്ഷേപം നടത്തും. ഖത്തർ സമ്പദ് വ്യവസ്ഥയിലുള്ള ലുലു AIയുടെ ആദ്യ നിക്ഷേപമാണിത്. പുതുതലമുറ സാമ്പത്തിക സേവന ദാതാക്കളുടെ ശ്രേണി രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പേ ലേറ്റർ ഖത്തറിൽ നിക്ഷേപം നടത്തുന്നത്. ഖത്തർ സെൻട്രൽ ബാങ്കിൽ നിന്ന് BNPL ലൈസൻസ് ലഭിക്കുന്ന ആദ്യ സ്ഥാപനമാണ് ഫിൻടെക് കമ്പനിയായ പേ ലേറ്റർ. ലുലു AI വെറുമൊരു നിക്ഷേപ പോർട്ട്ഫോളിയോ മാത്രമല്ലെന്നും ബൗദ്ധികവും മനുഷ്യകേന്ദ്രീകൃതവുമായ സാമ്പത്തിക സേവനങ്ങൾ നൽകുന്ന ഭാവി ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനം കൂടിയാണെന്നും ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ അദീബ് അഹമ്മദ് പറഞ്ഞു. ദുബായ് ആർട്ട് കലാ ഫൈൻ ആർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളുടെ ചിത്രകലാ പ്രദർശനം മെയ് 24, 25 തീയതികളിൽ ദുബായിൽ നടക്കും. ഹിസൈ സെമിനിറ്റി സ്കൂളിലാണ് 6 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള ചിത്രകലാ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പ്രദർശനം നടത്തുന്നതെന്ന് ആർട്ട് കലാ ഫൈൻ ആർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ മോഹൻ പൊൻചിത്ര വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുക്കപ്പെട്ട 100 വിദ്യാർത്ഥികളുടെ 4 മുതൽ 12 വരെ പെയിന്റിങ്ങുകളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അറബിക് സംസ്കാരം എന്ന പ്രമേയത്തിൽ അക്രലിക് ഓയിൽ രീതിയിലാണ് സൃഷ്ടികൾ തയ്യാറാക്കിയത്. അമിറ്റി സ്കൂളിലെ ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 മുതൽ രാത്രി 8:30 വരെയാണ് പ്രദർശന സമയം. പ്രവേശനം സൗജന്യമാണ്. നവയുഗം സാംസ്കാരിക വേദി ദമാം ദല്ല മേഖലാ കമ്മിറ്റിക്ക് പുതിയ നേതൃത്വം നിലവിൽ വന്നു. ദല്ല മേഖലാ സമ്മേളനം തെരഞ്ഞെടുത്ത 24-അംഗ മേഖലാ കമ്മിറ്റി നന്ദകുമാറിന്റെ അധ്യക്ഷതയിൽ ആദ്യ യോഗം ചേർന്ന് പുതിയ മേഖലാ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. വിനീഷ് കുന്നംകുളം, നന്ദകുമാർ, നിസാം കൊല്ലം, ഷറഫുദ്ദീൻ എന്നിവർ പ്രധാന ഭാരവാഹികളാണ്. രാജൻ കായംകുളം, റഷീദ് പൂനലൂർ, വർഗീസ് ചിറ്റാറ്റുകര, ഹുസൈൻ നിലമേൽ സഹഭാരവാഹികളാണ്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 77.81% വിജയം. റെഗുലർ വിഭാഗത്തിൽ 30,145 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. 41 വിദ്യാർത്ഥികൾ മുഴുവൻ മാർക്കും സ്വന്തമാക്കി. സംസ്ഥാനത്ത് റെഗുലർ വിഭാഗത്തിൽ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയ 3,70,642 വിദ്യാർത്ഥികളിൽ 2,88,394 വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. 77.81% വിജയം. കഴിഞ്ഞ വർഷത്തേക്കാൾ വിജയ ശതമാനത്തിൽ 0.81% കുറവാണുള്ളത്. 30,145 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. പരീക്ഷയിൽ 2,88,394 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയം
77.81%. ആകെ പരീക്ഷ എഴുതിയവരിൽ 41 കുട്ടികളാണ് മുഴുവൻ മാർക്കും സ്വന്തമാക്കിയത്. ഏറ്റവും കൂടുതൽ വിജയശതമാനം നേടിയ ജില്ല എറണാകുളമാണ്, 83.09%. കുറവ് കാസർഗോഡ് ജില്ലയ്ക്കാണ്, 71.09%. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ A+ നേടിയ ജില്ല മലപ്പുറമാണ്, 4735 വിദ്യാർത്ഥികൾ ഇവിടെ A+ സ്വന്തമാക്കി. സയൻസ് വിഭാഗത്തിൽ 83.25%, ഹ്യൂമാനിറ്റീസിൽ 69.16%, കൊമേഴ്സിൽ 77.21% വിജയം. ടെക്നിക്കൽ സ്കൂൾ വിഭാഗത്തിൽ 1481 പേർ പരീക്ഷ എഴുതിയതിൽ 1048 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. ആർട്ട് വിഭാഗത്തിൽ പരീക്ഷ എഴുതിയ 56 വിദ്യാർത്ഥികളിൽ 45 പേരാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. ജൂൺ 23 മുതൽ 27 വരെ വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷ നടക്കും. പരീക്ഷാഫലം സർക്കാർ ഹയർ സെക്കൻഡറി വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. പരീക്ഷാഫലവുമായി വ്യാജ സൈറ്റുകളും രംഗത്തുണ്ടെന്നും അവയെ കരുതിയിരിക്കണമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. നിലവിലുള്ള വെബ്സൈറ്റ് എന്ന് പറയുന്നത് kbpe.kerala.gov.in എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ kbpe.org എന്ന പേരിൽ ഒരു വ്യാജ വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വെബ്സൈറ്റിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം കൂടി അവർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വ്യാജ സർട്ടിഫിക്കറ്റുമായിട്ട് പല കുട്ടികളും അതിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് അവർ സർട്ടിഫിക്കറ്റുമായിട്ട് നടക്കുകയും ആ മാർക്കിലുള്ള വ്യത്യാസം കാരണം വീണ്ടും പരാതികളുമായിട്ട് പലപ്പോഴും വരികയും ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ജില്ലാതല യോഗം കൊല്ലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ നിസ്സഹരണ മനോഭാവത്തെ ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി ഇടതു സർക്കാരിന്റെ കാലത്തെ സംസ്ഥാനത്തെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി. അവലോകന യോഗങ്ങളുടെ സമാപനം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ പൊതുജനങ്ങൾക്കായി സർക്കാർ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വികസന പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്ര വിഹിതം വെട്ടിക്കുറച്ചപ്പോഴും ആഭ്യന്തര ഉൽപാദനവും തനത് വരുമാനവും വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ കേരളത്തിന് കഴിഞ്ഞത് ഇടത് സർക്കാരിന്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കഴിഞ്ഞ 3 വർഷം കൊണ്ട് തനത് വരുമാന നികുതി 81,000 കോടിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് സർക്കാരിന്റെ നേട്ടമാണ്. കേരളം കടക്കണിയിൽ എന്ന ദുഷ്പ്രചാരണം നടത്തുന്നവർക്കുള്ള മറുപടിയായി ഇതിനെ കാണണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർത്തിയാക്കി മുന്നോട്ടു പോകാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. കരിങ്കൊടി കാട്ടിയുള്ള പ്രതിഷേധങ്ങളെ ജനകീയ പങ്കാളിത്തം കൊണ്ട് നേരിടാൻ സർക്കാരിന് കഴിഞ്ഞെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ സർക്കാരിൻ്റെ തനത് വരുമാനം, കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപാദനം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയും. ഈ ഘട്ടത്തിലൊന്നും നമ്മൾ പുറകോട്ട് പോവുകയല്ല ചെയ്തത്. 2023-24 72.84% തനത് വരുമാനം നമുക്ക് നേടാനായിട്ടുണ്ട്. കേരളം എങ്ങനെ വേണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള സങ്കല്പങ്ങളുണ്ടാകും. അവ ഇവിടെ തുറന്നു പറഞ്ഞാൽ പലതും സർക്കാരിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടായി മാറും. ധനമന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രിമാരായ ജെ ചിഞ്ചുറാണി, KB ഗണേഷ് കുമാർ എന്നിവരും ജില്ലയിൽ നിന്നുള്ള MPമാരും MLAമാരും പങ്കെടുത്തു. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും പുതിയ പ്രവർത്തന ആശയങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിനുമായിട്ടാണ് ജില്ലാതല യോഗങ്ങൾ നടത്തുന്നത്. വിവിധ മേഖലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുമായി നടത്തുന്ന മുഖാമുഖം പരിപാടിയും അവലോകന യോഗങ്ങളുടെ ഭാഗമായി നടന്നു. അമൃത ന്യൂസ്, കൊല്ലം. ജിദ്ദ കൊണ്ടോട്ടി മണ്ഡലം KMCC സംഘടിപ്പിക്കുന്ന KL84 സൂപ്പർ കപ്പ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സീസൺ 2 ജൂൺ 12, 13 തീയതികളിൽ ജിദ്ദയിലെ ഖാലിദ് ബിൻ വലീദ് സ്ട്രീറ്റിലെ അൽ റുസൂഖ് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 4 വെറ്ററൻസ് മത്സരമടക്കം 12 മത്സരങ്ങളാണ് 2 ദിവസങ്ങളിലായി നടക്കുക. ജിദ്ദയ്ക്ക് പുറത്ത് യാംബു, മദീന, തബൂക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള ടീമുകളും ടൂർണമെന്റിൽ പങ്കെടുക്കും. ജേതാക്കൾക്ക് 10,000 റിയാലാണ് സമ്മാനത്തുക. 2ാം സ്ഥാനത്തെത്തുന്ന ടീമിന് 5,000 റിയാലും സമ്മാനമായി ലഭിക്കും. വാർത്താസമ്മേളനത്തിൽ ഇസ്മായിൽ മുണ്ടക്കുളം, സുനീർ KT, നൌഷാദ് വാഴയൂർ തുടങ്ങിയവർ പങ്കെടുത്തു. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.